ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടിട്ട് വോയേജിന്റെ EVSന്റെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. EVSലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൈലിംഗ്വൽ അല്ല, മലയാളത്തിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. കാരണം DLED കഴിഞ്ഞവർക്ക് മാത്രം എഴുതുന്നതാണല്ലോ K1. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് ഇട്ടേക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ പറയാം കേട്ടോ. നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളിൽ പ്രധാനമായും ഊർജം ലഭിക്കുന്നത് ഏതിൽ നിന്നെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാം കഴിക്കുന്ന ആഹാരം, ഓക്കെ, നമ്മൾ നിത്യേന ആഹാരം കഴിക്കുന്നവരാണ് അല്ലെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഊണ്, വൈകുന്നേരം ഡിന്നർ, അതിനിടയിൽ ഒരു ചായ ഒക്കെ കഴിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിലെ പോഷക ഘടകങ്ങളിൽ പ്രധാനമായും നമുക്ക് ഊർജം ലഭിക്കുന്നത് ഏതെല്ലാം ആഹാരം അല്ലെ ഏതിൽ നിന്നെല്ലാമാണ് അല്ലെ ഏതെല്ലാം പോഷക ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്? ധാന്യകം, ജീവകം, ധാതുക്കൾ, ധാന്യകം, കൊഴുപ്പ്, മാംസങ്ങൾ, ധാന്യകം, ജലം, മാംസം, ധാന്യകം, ജലം, ധാതുക്കൾ. അപ്പൊ ഏതിൽ നിന്നെല്ലാമാണെന്ന് ചോദിച്ചാല് ഏതൊക്കെയാണ്? ധാന്യകം കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ് അഥവാ ഫാറ്റുകൾ, പ്രോട്ടീൻസ് അഥവാ മാംസങ്ങൾ എന്നിവയിൽ നിന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്ന പോഷക ഘടകങ്ങൾ. മനുഷ്യ ശരീരത്തിന് ഊർജം ലഭിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ: 1 കാർബോഹൈഡ്രേറ്റ്സ്, 2 ഫാറ്റ്, 3 പ്രോട്ടീൻസ്. ഇവയിൽ നിന്നെല്ലാമാണ് നമുക്ക് ആഹാരത്തിലെ പോഷക ഘടകങ്ങളിൽ നിന്ന്. ഏതൊക്കെ പോഷക ഘടകങ്ങളിൽ നിന്നാണ്? ഇപ്പോഴേ പഠിച്ചു വയ്ക്കുക. ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ് അഥവാ ഫാറ്റ്, മാംസ്യങ്ങൾ അഥവാ പ്രോട്ടീൻസ്. ഇവയിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നമുക്ക് ഊർജം നൽകുന്നത് എന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹെർബേറിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെർബേറിയം ജീവനുള്ള സസ്യങ്ങളുടെ ശേഖരണമാണോ? സസ്യങ്ങളുടെ വിത്തുകൾ സംഭരിച്ച് സൂക്ഷിക്കുന്ന രീതിയാണോ? സസ്യങ്ങളുടെ വന്യജാതികളെ സംരക്ഷിക്കുന്ന ഇടമാണോ? സസ്യങ്ങളെ മുഴുവനായോ ഭാഗികങ്ങളായോ ഉണക്കി ഒട്ടിച്ച് സൂക്ഷിക്കുന്ന രീതി, കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ അല്ലാതെ ഉണക്കി ഒട്ടിച്ച് സൂക്ഷിക്കുന്നത്. അപ്പം ഹെർബേറിയം എന്ന് വെച്ചാൽ എന്താണ്? ഹെർബേറിയം എന്ന് വെച്ചാല് നമുക്കറിയാം, ഭാഗികമായോ അല്ലെ സസ്യങ്ങളെ ഭാഗികമായോ അല്ലെ മുഴുവനായോ ഉണക്കി ഒട്ടിച്ച് സൂക്ഷിക്കുന്ന, അത് കാർഡ്ബോർഡിലാവാം, ബുക്കിലാവാം, ഒക്കെ നമ്മൾ ഒട്ടിച്ച് സൂക്ഷിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഹെർബേറിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഹെർബേറിയം പഠിച്ചു വെക്കുക. മെത്തേഡ് ഓഫ് പ്രിസർവിംഗ് ഹോൾ പ്ലാന്റ് ഓർ ഇറ്റ്സ് പാർട്സ് ബൈ ഡ്രൈയിങ്. ഓക്കെ, അപ്പൊ മുഴുവനായോ അല്ലെ ഭാഗികമായോ എന്തിനെയാണ്? ഈ സസ്യങ്ങളുടെ ഭാഗങ്ങളെയോ അല്ലെ സസ്യങ്ങളെയോ ഉണക്കി സൂക്ഷിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്? ഹെർബേറിയം. മറന്നു പോകരുത്, ഹെർബേറിയം എന്ന് പറയുന്നത്. ഇതിൽ ഇനി ടെറേറിയം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ചില്ലു പാത്രത്തിനകത്ത് നമ്മൾ ചെറിയൊരു ഉദ്യാനം അല്ലെങ്കിൽ ഒരു ചെറിയ കാട് നമ്മുടെ വീടിനുള്ളിൽ സെറ്റാക്കുക. അതായത് അടഞ്ഞ ചില്ലു പാത്രത്തിനുള്ളിൽ ആദ്യം എന്താണ്? മണ്ണോ ചരലുകളോ ഇട്ടുന്നു. അതിന്റെ മുകളിൽ ഒരു ചെറിയ കരിക്കഷ്ണം വയ്ക്കുന്നു. അതായത് ചീത്ത മണമൊന്നും ആകാതിരിക്കുക ഒരു ചെറിയ കരിക്കഷ്ണം വയ്ക്കുന്നു. അതിന് മുകളിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന സസ്യങ്ങളെ നമ്മൾ അതിനുള്ളിൽ വയ്ക്കുന്നു. then നമുക്കൊരു ആലങ്കാരികമായിട്ട് ചെറിയ തടിക്കഷ്ണങ്ങളൊക്കെ വെച്ച് ഒരു ഫോറസ്റ്റ് പ്രതീതി ഉണ്ടാക്കുന്നു. വീടിനുള്ളിൽ തന്നെ ഒരു ഫോറസ്റ്റ് പ്രതീതി ഉണ്ടാക്കുന്നതാണ് ടെറേറിയം. അതിന് മുകളിൽ നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതിയാണ് ടെറേറിയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ചില്ലുപാത്രത്തില് കല്ലും മണ്ണും ചരലും അതുപോലെ തന്നെ സസ്യങ്ങളും വളർത്തുന്ന രീതിയാണ് ടെറേറിയം. അടഞ്ഞ പാത്രത്തിൽ ചെടികളെ വളർത്തുന്ന രീതിയാണ് ടെറേറിയം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വിവേറിയം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ജീവജാലങ്ങളെ വളർത്താൻ ഉപയോഗിക്കുന്ന നിയന്ത്രിത സാഹചര്യത്തിലുള്ള ചെറിയ കൂടിനെയാണ് വിവേറിയം. ജീവജാലങ്ങളെ വളർത്താനുള്ള നിയന്ത്രിത സാഹചര്യത്തിലുള്ള ചെറിയ കൂടിനെയാണ് വിവേറിയം എന്നു പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് നമുക്ക് ഓരോ ക്ലാസ്സിൽ വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഹെർബേറിയം എന്ന് വെച്ചാൽ എന്താണ്? സസ്യങ്ങളെ മുഴുവനായോ ഭാഗികമായോ ഉണക്കി ഒട്ടിച്ച് അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുന്ന രീതിയെയാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. ടെറേറിയം എന്നാൽ ചില്ലുപാത്രത്തിനകത്ത് സസ്യങ്ങളെ വളർത്തുന്ന രീതി, സൂക്ഷിക്കുന്ന രീതിയാണ് ടെറേറിയം. വിവേറിയം എന്നാൽ ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു ചെറിയ നിയന്ത്രിത സാഹചര്യത്തിലുള്ള ജീവജാലങ്ങളെ വളർത്തുന്നതിനുള്ള ചെറിയ കൂടിനെയാണ് വിവേറിയം എന്ന് പറയുന്നത്. ഓക്കെ, പരിസരത്തിനു വേണ്ടി, പരിസരത്തിലൂടെ,
പരിസരത്തിനെ കുറിച്ചുള്ള പഠനമാണ് പരിസര പഠനം. ഇതിന് ഏറ്റവും അനുയോജ്യമായ പഠനയിടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് NCF പറയുന്ന ഒരു കാര്യമാണ്. പരിസരത്തിന് വേണ്ടി പരിസരത്തിലൂടെ പരിസരത്തെ കുറിച്ചുള്ള പഠനമാണ് പരിസര പഠനം. ഓക്കെ, അപ്പൊ ഇതിന് യോജിച്ച ഇടം ഏതാ? പരിസര പഠന മൂലയാണോ, ശാസ്ത്ര ലാബാണോ, സയൻസ് കോർണർ ആണോ, അഥവാ സയൻസ് ലാബാണോ, അഥവാ ജൈവ വൈവിധ്യ ഉദ്യാനം ജൈവ വൈവിധ്യ ഉദ്യാനമാണോ, ടെറേറിയമാണോ? ടെറേറിയം എന്താണെന്ന് നമ്മളിപ്പോ കണ്ടു അല്ലെ. അപ്പൊ ഏതിലൂടെയാണ് പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുന്നത്? ഇപ്പൊ ഈ പറയുന്നതിൽ ഏതിലായിരിക്കും? ഒരു മൂലയിൽ പോയിരുന്ന, സയൻസ് മൂലയിൽ പോയിരുന്ന പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാകുമോ? ഇല്ല. ശാസ്ത്ര ലാബിൽ പോയിരുന്ന ലാബിലെ ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കണ്ടന്റ് ശരിയാവില്ല. ഇനി അടുത്ത ടെറേറിയം ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ചില്ലുകൂട്ടിലോട്ട് നോക്കി ഒരു ജസ്റ്റ് ഇത് കണ്ട അത് പഠനമാകുമോ? ഇല്ല. അപ്പൊ എന്താണ്? ജൈവ വൈവിധ്യ ഉദ്യാനത്തിലൂടെയാണ് പഠനം നടക്കുക. ജൈവ വൈവിധ്യ ഉദ്യാനം അഥവാ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറയാം. ജൈവ വൈവിധ്യ ഉദ്യാനം അഥവാ ബയോഡൈവേഴ്സിറ്റി പാർക്ക്. അപ്പൊ പരിസരത്തിലൂടെ പരിസരത്തിലൂടെ പരിസരത്തെ കുറിച്ചുള്ള പഠനമാണെന്ന് പറയുന്നത്. പഠിക്കുന്നത് നമ്മൾ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന്. അപ്പൊ തന്നിരിക്കുന്നതിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് ജൈവ വൈവിധ്യ ഉദ്യാനം അഥവാ ബയോഡൈവേഴ്സിറ്റി പാർക്കാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്നറിയപ്പെടുന്നത്. ഗഗൻയാൻ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ചരിത്രപരമായ പദ്ധതിയാണ് ഗഗൻയാൻ എന്നറിയപ്പെടുന്നത്. ഇതിലൂടെ മനുഷ്യനെ എവിടെ എത്തിക്കുന്ന, ബഹിരാകാശത്ത് എത്തിക്കാനുള്ള 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് എന്നാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള എത്രാമത്തെ ദൗത്യമാണെന്ന് ശ്രമം എത്രാമത്തെ രാജ്യമാണെന്ന് ചോദിച്ചാൽ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അതുപോലെ തന്നെ ISROയുടെ ഉദ്യമമാണ്. അതിൽ കുറെ മലയാളികൾ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ കുറേയേറെ മലയാളികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? മംഗൾയാൻ എന്താണെന്ന് ചോദിച്ചാൽ 2013 നവംബർ 5 ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യത്തിനെയാണ് ഇതിനെ അറിയപ്പെടുന്നത് മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ്. മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 2013 നവംബർ 5 2013 നവംബർ 5 കേട്ടോ. 2013 നവംബർ 5 മാർസ് ഓർബിറ്റർ മിഷൻ. ഇതിന്റെ അനൗദ്യോഗിക പേരാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. അനൗദ്യോഗികമായി ഇതിനെ മംഗൾയാൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ചൊവ്വ ദൗത്യമാണ് ഏത്? മംഗൾയാൻ എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചന്ദ്രയാൻ എന്താണെന്ന് ചോദിച്ചാല് ചാന്ദ്ര പരിവേഷണത്തിനായി ISROയുടെ കീഴിൽ ഇതൊരു സീരീസ് പോലെ ഒരു പരമ്പരയായി ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 അങ്ങനെ കാണാം. ചന്ദ്ര പരിവേഷണത്തിനായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISRO നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങളുടെ ഒരു പരമ്പരയാണ് ചന്ദ്രയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ശാസ്ത്രയാൻ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ പഠന രീതികൾ നമ്മൾ ഒരുക്കുന്ന പാഠ്യ രീതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കാലിക്കറ്റ് സർവകലാശാല ശാസ്ത്രയാൻ 2024 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ കീഴിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംരംഭങ്ങളെയൊക്കെ ഇങ്ങനെ ഇതിന്റെ ഒരു അണ്ടറിൽ ശാസ്ത്രയാന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം എന്നറിയപ്പെടുന്ന ഗഗൻയാനാണ്. മംഗൾയാൻ എന്ന് പറയുന്നത് ചൊവ്വ ദൗത്യമാണ്. ചന്ദ്രയാൻ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഇതിനു വേണ്ടി അതായത് ISRO ചാന്ദ്ര പരിവേഷണത്തിനായി കൊണ്ടുവന്ന ഒരു പരമ്പര തന്നെയാണ് ചന്ദ്രയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണേ. ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിൽ ബയോഡൈവേഴ്സിറ്റിയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഒരു വർഗത്തിന്റെ തന്നെ ജനിതക വൈവിധ്യം, അതായത് ഒരു സ്പീഷ്യസിന്റെ തന്നെ ഡൈവേഴ്സിറ്റി കാണാൻ, ജനിതക വൈവിധ്യം കാണാം അല്ലെ, കാണാനായിട്ട് സാധിക്കും. ഒരു സമൂഹത്തിലെ ജീവിവർഗങ്ങളിലുള്ള വൈവിധ്യം, മനസ്സിലായോ? അതായത്
ഒരു വർഗം, നമ്മൾ ഒരു സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ അപ്പൊ ഒരു ഇതിന്റെ തന്നെ വ്യത്യസ്ത ജനിതക വൈവിധ്യം, അതായത് പല ഷേപ്പുകളോ പല രീതികൾ കാണാൻ പറ്റും. ഒരു സമൂഹത്തിലെ ജീവി വർഗങ്ങളിലുള്ള വൈവിധ്യം, അതായത് നമ്മുടെ ഇപ്പോ ഒരു ഏരിയ, ആ ഒരു സമൂഹത്തിലെ ജീവി വർഗങ്ങളുടെ വൈവിധ്യം കാണാം, ഡൈവേഴ്സിറ്റി കാണാം. പ്രദേശത്തിലെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം കാണാം. ഇവയെല്ലാം എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. അപ്പം ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നത് ഒരു ജീവിവർഗത്തിന്റെ തന്നെ ജനിതക വൈവിധ്യം കാണാം, ഒരു സമൂഹത്തിലെ തന്നെ വ്യത്യസ്ത ജീവിവർഗങ്ങളിലെ വൈവിധ്യം കാണാനായിട്ട് സാധിക്കും, പ്രദേശത്തിലെ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം കാണാനായിട്ട് സാധിക്കും. അതെല്ലാമാണ് ഒരു പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. മണ്ണ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒരു രാസവസ്തു ചേർത്താൽ കുമിളകൾ ഉണ്ടാകുന്നു. ഇതിന്റെ അളവ് നിരീക്ഷിച്ച് മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാം. ഈ പരീക്ഷണത്തിൽ ഉപയോഗിക്കാവുന്ന രാസവസ്തു താഴെ പറയുന്നവയിൽ ഏതാണ്? മണ്ണ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒരു രാസവസ്തു ചേർത്ത് കുമിളകൾ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ട് കുമിളകൾ ഉണ്ടാകുന്നതിന്റെ അളവ് നിരീക്ഷിച്ച് മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രദേശത്തെ മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കുന്നതിന് മണ്ണ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒരു രാസവസ്തു ഇടാൻ, രാസവസ്തുയുടെ പേരെന്താണെന്നാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. രാസവസ്തു ഇടുമ്പോൾ ആ മണ്ണിൽ കുമിളകൾ ഉണ്ടാകും. ഇങ്ങനെ കുമിള ഉണ്ടാകുന്നതിന്റെ അളവ് നിരീക്ഷിച്ചുകൊണ്ടാണ് മണ്ണിലെ ജൈവാംശം മനസ്സിലാക്കുന്നത്, ജൈവാംശം കണ്ടുപിടിക്കുന്നത്. ഈ പരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓസോൺ ആണോ, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണോ, അയഡിൻ ആണോ, ബോർഡോ മിശ്രിതമാണോ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. മണ്ണിലെ ജൈവാംശം കണ്ടുപിടിക്കുന്നത് മണ്ണ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒരു രാസവസ്തു ചേർക്കുമ്പോൾ അതിൽ കുമിളകൾ ഉണ്ടാകുന്നു. ആ കുമിളകളുടെ അളവുകൾ നിരീക്ഷിച്ചാണ് മണ്ണിന്റെ ജൈവാംശം കണ്ടുപിടിക്കുന്നത്. അതിനുപയോഗിക്കുന്ന രാസവസ്തു ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് എന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വാഹനങ്ങളുടെ അടയാള വിളക്കുകളിൽ കാണപ്പെടുന്ന, അതായത് നമ്മുടെ സിഗ്നലിൽ കാണപ്പെടുന്ന കളറുകൾ ഏതെല്ലാം എന്നാണ്. പൊതുവെ നമ്മൾ ഏതൊക്കെ കാണും? മഞ്ഞ ഒരു വാർണിംഗ് ലൈറ്റ് ആണ്, ചുവപ്പ് ടെൽസ് അസ് ടു സ്റ്റോപ്പ് ആൻഡ് ഗ്രീൻ ടെൽസ് അസ് ടു ഗോ. ഇപ്പൊ പ്രധാനമായിട്ടും 3 കളറുകളാണ് സിഗ്നലിൽ നമ്മൾ കാണുന്നത്. ഇതുപോലുള്ള വാഹനങ്ങളുടെ അടയാള വിളക്കുകളിൽ കാണപ്പെടുന്ന, ഇത് മനസ്സിലായില്ലെങ്കിൽ നേരെ പോയി അപ്പുറത്തെ സൈഡിൽ പോയി നോക്കണം. അതിനകത്ത് സിഗ്നൽ ലൈറ്റ് എന്ന് കിടപ്പുണ്ട്. ഇംഗ്ലീഷിൽ കിടക്കുമ്പോൾ സിഗ്നൽ ലൈറ്റ് എന്നാണ് കിടക്കുന്നത്. അത് മലയാളത്തിൽ വായിച്ച് മനസ്സിലായില്ലെങ്കിൽ നേരെ പോയി ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കുക. വാഹനങ്ങളുടെ അടയാള വിളക്കുകളിൽ കാണപ്പെടുന്ന നിറങ്ങൾ ഏതാണ്? മഞ്ഞ, ചുവപ്പ്, പച്ച എന്നീ കളറുകളാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അത് നമ്മൾ ഓർത്തു വെക്കാം. മഞ്ഞയാകുമ്പോൾ ചിലര് സ്പീഡ് കൂട്ടി ഗിയർ ഒന്ന് ചേഞ്ച് പെട്ടെന്നൊന്ന് ഹൈപ്പിലേക്ക് മാറ്റി, അല്ലെ പെട്ടെന്ന് 4 കിടക്കുന്ന 3ലേക്ക് മാറ്റി ഒരു പവറിലോട് കൂടി ഓടിക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ വണ്ടിക്ക് ആക്റ്റീവയ്ക്കൊക്കെയാണ് പോകുന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് മുന്നോട്ടാക്കി നമ്മൾ പോവാറുണ്ട്, അല്ലെ? അപ്പൊ ഒന്ന് സ്പീഡ് കൂട്ടാറുണ്ട്. ആ മഞ്ഞ കിട്ടുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ഷൂ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പോവാറുണ്ട്. അതല്ല നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ പതിയെ ക്ലച്ചൊക്കെ ചവിട്ടി ബ്രേക്കിലോട്ട് പതിയെ കാലുകൊണ്ട് വയ്ക്കും, അല്ലെ? അതെന്തുകൊണ്ടാ? മഞ്ഞ ടെൽസ് അസ് ടു നിനക്കുള്ള സമയമായി, നീ അവിടെ നിന്നോളൂ, ഇപ്പൊ റെഡ് വരും എന്ന് പറയുന്ന ഒരു വാണിംഗ്, അന്ന് ഓർത്ത് വയ്ക്കുക. ഗ്രീൻ കാണുമ്പോൾ നമുക്കറിയാം പോവാനാണെന്ന് അറിയാം. വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലൂടെ, അതായത് വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ എന്ന ഡിസ്ഇക്വിലിബ്രിയം, മനസ്സിൽ അസന്തുലിതാവസ്ഥ ഡിസ്ഇക്വിലിബ്രിയം, കുട്ടികളെ പഠനത്തിന് സജ്ജരാക്കാം. ഇതിനായിട്ടുള്ള ഏറ്റവും ഉചിതമായ പ്രവർത്തനം. അപ്പൊ വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ കൊടുക്കുന്നതിലൂടെ കുട്ടിയെ പഠിക്കാൻ നമുക്ക് സജ്ജരാക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെയുള്ള ഏറ്റവും ഉചിതമായ പ്രവർത്തനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആശയ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത കൊച്ചിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി? ഇല്ല. തുടർ പ്രവർത്തനങ്ങൾ നൽകുക. വീണ്ടും ചെയ്യാനുള്ള പ്രവർത്തനം നൽകിയാൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമോ? ഇല്ല എന്ന് ചിന്തിക്കുക. അടുത്തത്, പഠന പ്രശ്നം ഒരുക്കി പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠന പ്രശ്നം കൊടുത്തു. പഠന പ്രശ്നം കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? അസന്തുലിതാവസ്ഥ ഉണ്ടായി. ഓക്കെ, മോഡലുകൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുന്നതിലൂടെ കുട്ടിയെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ ഏതിലൂടെ അസന്തുലിതാവസ്ഥ ഉണ്ടാവുക? പഠന സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം കുട്ടിയുടെ കയ്യിൽ കിട്ടുമ്പോഴാണ്
കുട്ടിയിൽ അസന്തുലിതാവസ്ഥയുണ്ട്. അപ്പൊ സന്ദർഭം ഒരുക്കി പഠന പ്രശ്നം ഉന്നയിക്കുക എന്നതാണ് ഉത്തരമായി വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനതു രൂപമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ തനതു രൂപമാണ്? ഉത്തർപ്രദേശ് ആണോ, ഒഡീസയാണോ, ഗുജറാത്ത് ആണോ, തമിഴ്നാടാണോ? ഭരതനാട്യം എന്ന് പറയുന്നത് ഏതിന്റെയാണ്? തമിഴ്നാടാണ് അല്ലെ? തമിഴ്നാടിന്റെയാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോഹിനിയാട്ടം അറിയാവുന്ന കുറച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. മോഹിനിയാട്ടം, കഥകളി എന്നിവ ഏതാണ്? കേരളമാണ്. മോഹിനിയാട്ടം, കഥകളി, അതുപോലെ തന്നെ ഓട്ടൻതുള്ളൽ എന്നിവ കേരളത്തിൻ്റെതാണ് കേട്ടോ. മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ എന്നിവ കേരളത്തിന്റെയാണ്. ഇനി ഒഡീസയുടെയാണ്. ഒഡീസി എന്ന് പറയുന്ന കലാരൂപം ഒഡീഷയുടെയാണ്. ഇനി യക്ഷഗാനം എന്ന് പറയുന്നത് കർണാടകയുണ്ട്, കേരളമുണ്ട് കേട്ടോ. യക്ഷഗാനം എന്ന് പറയുന്നത് കർണാടകയുണ്ട്, യക്ഷഗാനത്തിന് കേരളവും ഉണ്ട് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി ഗുജറാത്ത് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. രാസലീല. ഓക്കെ, ഗുജറാത്തിന്റെയാണ് രാസലീല എന്ന് പറയുന്നു. ദെൻ ചപ്പേലി ഉത്തർപ്രദേശിന്റെയാണ്. ചപ്പേലി ഉത്തർപ്രദേശിന്റെ ഒരു നൃത്തരൂപമാണ് ചപ്പേലി. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഞാൻ അങ്ങ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭരതനാട്യം ഏത് സംസ്ഥാനത്തെ EVSC വന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ മക്കളെ. ഏത് സംസ്ഥാനത്തെ തനത് നൃത്തരൂപമാണ്? തമിഴ്നാടിന്റെയാണ്. മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ എന്നിവ കേരളത്തിന്റെ. ഒഡീഷ, യക്ഷഗാനം കർണാടക, കേരളം. ചപ്പേലി ഉത്തർപ്രദേശ്. പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മോണിറ എന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു. പ്രോകാരിയോട്ടുകളാണ്. സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും രോഗമുണ്ടാക്കുന്നത്. അപ്പൊ ക്ഷയം പോലുള്ള മാരക രോഗങ്ങളും ഉണ്ടാക്കാറുണ്ട് ബാക്ടീരിയ. അതേപോലെ തന്നെ പാലിനെ പുളിപ്പിക്കാനൊക്കെ ബാക്ടീരിയയാണ് യൂസ് ചെയ്യുക. ദെൻ ഇത് 3 ശരിയാണ്. ഓക്കെ, പ്രൊകാരിയോട്ടുകൾ ഗണത്തിൽ പെടുന്നവയാണ് ബാക്ടീരിയ. അതിന് ഒരു നീളത്തിൽ കാണാം, വട്ടത്തിൽ കാണാം, ചുറ്റി കാണാം, സ്പ്രിങ് പോലെ കാണാം. ഇങ്ങനെ ബാക്ടീരിയ പല രീതിയിൽ, അതായത് കോശമർമ്മം ഇല്ലാത്ത ജീവികളാണ്. അതുകൊണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇവരെ കാണിക്കാം എന്ന് പറയാം. ഗ്രീക്ക് പദമായ ബാക്ടീരിയോൺ എന്ന പദത്തിൽ നിന്നാണ് ബാക്ടീരിയ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. ബാക്ടീരിയോൺ എന്ന പദത്തിൽ നിന്നാണ് ബാക്ടീരിയ എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ മോണിറ എന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുന്നു. പ്രൊകാരിയോട്ടുകളാണ്. ദെൻ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും രോഗമുണ്ടാക്കുന്നവയാണ് ബാക്ടീരിയ. 3 ശരിയായിട്ടുള്ളവയാണ്. ഓപ്ഷൻ വരുമ്പോൾ 1, 2, 3 ശരിയാണ് എന്ന് പഠിച്ചു വെക്കുക മക്കളെ. EVSC ഞാൻ ഈ വോയേജിൽ എടുത്തു തുടങ്ങുകയാണ്. അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറയുക. അപ്പോ എക്സ്ട്രാ പോയിന്റുകൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസിന്റെ അറിയാവുന്ന പോയിന്റുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ഓക്കെ, മിസ്സേ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് എന്ന് പറയുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെയും പറയുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.